ഇന്ന് നമുക്ക് ബുക്ക് ഓഫ് ആൻസേഴ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിക്കാം. ആദ്യമായി അല്പം ശാന്തമായിരുന്ന് നിങ്ങൾക്ക് ഉടനെ എന്തെങ്കിലും ഉത്തരം കിട്ടേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് ഒരു ചോദ്യം മനസ്സിൽ വിചാരിക്കുക. അതിനുശേഷം 3 തവണ ഡീപ്പ് ബ്രീത്ത് എടുത്ത് പ്രപഞ്ചത്തിനോട് അതിൻ്റെ ഉത്തരം നൽകണമെന്ന് അപേക്ഷിക്കുക. ഓക്കെ. ഇറ്റ് ഈസ് വർത്ത് ദ ട്രബിൾ എന്നാണ് നമുക്ക് ഉത്തരം ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ എഫേർട്ട് എടുക്കണോ എന്നൊരു ചോദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ എഫേർട്ട് എടുത്താൽ അതിനുള്ള റിസൾട്ട് ലഭിക്കും എന്നാണ് പ്രപഞ്ചം ഉത്തരം നൽകുന്നത്. അപ്പോൾ മനസ്സിലുള്ള കാര്യം എന്തു തന്നെയായാലും ധൈര്യത്തോടു കൂടി ആത്മസമർപ്പണത്തോടു കൂടി അത് ചെയ്ത് തീർക്കുക. നിങ്ങളുടെ ഉദ്യമം തീർച്ചയായും വിജയിക്കും. ഈ ഒരു ചോദ്യം കൂടി മനസ്സിൽ വിചാരിച്ചോളൂ. നമുക്ക് അതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ഫിനിഷ് സംതിങ് എൽസ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചിരിക്കുന്നത് എന്തോ ഒരു കാര്യം നിങ്ങൾ മുഴുമിക്കാതെ വിട്ട് പോന്നിട്ടുണ്ട്, അത് ആദ്യം പൂർത്തീകരിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്ത 3ാമത്തെ ചോദ്യം ചോദിക്കാം. യൂണിവേഴ്സ് എന്താണ് പറയുന്നത് നോക്കാം. ആസ്ക് യുവർ മദർ എന്നാണ് പറയുന്നത്. ഇത് നമുക്കിടയ്ക്ക് വരാറുണ്ട്. മദർ എന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ മദർ. അത് നിങ്ങൾ ആരെയാണോ, നിങ്ങൾ ഏത് മതവിശ്വാസിയാണോ അതിനനുസരിച്ച് ആ ഡിവൈൻ ഫെമിനിൻ എനർജിയോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും, നിങ്ങൾക്കുള്ള സഹായം ലഭിക്കും എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം. ടെൽ സംവൺ വാട്ട് ഇറ്റ് മീൻസ് ടു യു. ആരോടെങ്കിലും എന്താണ് എന്തെങ്കിലും കാര്യം, പ്രത്യേകിച്ച് റിലേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, റിലേഷൻഷിപ്പിൽ. അപ്പോൾ ആരോടെങ്കിലും തുറന്ന് പറയാം, മനസ്സ് തുറന്ന് പറയാം നിങ്ങളുടെ മനസ്സിലുള്ളത് എന്താണെന്ന്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് എന്നുള്ളത് ആരോടെങ്കിലും, ഉറ്റ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ സഹോദരങ്ങളോടോ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങളോട് ഏറ്റവും കൂടുതൽ മാനസികമായി അടുപ്പമുള്ള ഒരു വ്യക്തിയോട് തുറന്ന് പറയുക എന്നാണ് നിർദ്ദേശം.